ഹലോ എവരി വൺ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്സിസിൻ്റെ സീരീസിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത്. ഇതിനകത്ത് നമുക്കറിയാം സെപ്സിസിക്സ് ബണ്ടിലുണ്ട്. അതിനകത്ത് നമ്മൾ സെക്ഷൻ 6 എന്ന് പറയും, സെപ്സിസിക്സ് ബണ്ടിലുണ്ടെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ടേക്ക് 3 ഗീവ് 3 ഉണ്ട്. ഈ ടേക്ക് 3-ക്കകത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ലാക്റ്റേറ്റ് ആണ് നോക്കേണ്ടത്. ലാക്റ്റേറ്റിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ആ നോർമൽ വാല്യൂ എക്സീഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ സെപ്സിസിൻ്റെ സമയത്ത് എയറോബിക് മെറ്റാബോളിസം അനറോബിക് മെറ്റാബോളിസമായി മാറുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. കാരണം ഡ്യൂ ടു ലോ ഹൈപ്പോ പെർഫ്യൂഷൻ കാരണം കൊണ്ട് നമ്മൾ ബോഡി ഹൈപ്പോടെൻസീവ് ആയിരിക്കും, കാർഡിയക് ഔട്ട്പുട്ടൊക്കെ കുറയും, മീൻ ആർട്ടീരിയൽ പ്രഷറൊക്കെ <65 ആയി മാറുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ <100 ആയിരിക്കും. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ബോഡി പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷേ അത് അനറോബിക് മെറ്റാബോളിസം ആയിരിക്കും. ഇപ്പോൾ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത് അനറോബിക് മെറ്റാബോളിസത്തിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റാണ്, വേസ്റ്റ് പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് ലാക്റ്റേറ്റ്. അപ്പോൾ ലാക്റ്റേറ്റ് ഹൈ ആണെങ്കിൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും സെപ്സിസ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പം ലാക്റ്റേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെപ്സിസിക്സ് എന്ന് പറയുന്നത് ടൈം 0 1 അവർ ഓഫ് ടൈമാണ് നമുക്ക് സെപ്സിസിക്സ് ബണ്ടിൽ ചെയ്ത് തീർക്കാനുള്ള സമയം എന്ന് പറയുന്നത്. ആദ്യത്തെ ഈ 1 അവറിൽ നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്. ആ ഫ്ലൂയിഡ് ടിപ്പിക്കൽ ഒരു 2 ലിറ്റർ ഓഫ് ഫ്ലൂയിഡ് നമ്മൾ കൊടുക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ലാക്റ്റേറ്റിൻ്റെ വാല്യൂ റീചെക്ക് ചെയ്യുന്നുണ്ട്. റീചെക്ക് ചെയ്യുന്ന സമയത്ത് മോർ ദാൻ 4 ആകുമ്പോഴാണ് നമ്മൾ സിറ്റി സെപ്സിസ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ ലാക്റ്റേറ്റിൻ്റെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ലാക്റ്റേറ്റ് ബ്ലഡ് ടെസ്റ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. അനറോബിക് മെറ്റാബോളിസിൻ്റെ എൻ പ്രൊഡക്റ്റ് ആണ്. സോ അപ്പോൾ ആ ലാക്റ്റേറ്റിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് സെപ്സിസ് ആണോ അല്ലേ എന്നുള്ളത് ശരിക്കും കൺഫേം ചെയ്യാൻ പറ്റും. ഹലോ എവരി വൺ, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്സിസിൻ്റെ സീരീസിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇടുന്നത്. ഇതിനകത്ത് നമുക്കറിയാം സെപ്സിസിക്സ് ബണ്ടിലുണ്ട്. അതിനകത്ത് നമ്മൾ സെക്ഷൻ 6 എന്ന് പറയും, സെപ്സിസിക്സ് ബണ്ടിലുണ്ടെന്ന് പറയും. അപ്പോൾ അതിനകത്ത് ടേക്ക് 3 ഗീവ് 3 ഉണ്ട്. ഈ ടേക്ക് 3-ക്കകത്ത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ലാക്റ്റേറ്റ് ആണ് നോക്കേണ്ടത്. ലാക്റ്റേറ്റിൻ്റെ നോർമൽ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ആ നോർമൽ വാല്യൂ എക്സീഡ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ സെപ്സിസിൻ്റെ സമയത്ത് എയറോബിക് മെറ്റാബോളിസം അനറോബിക് മെറ്റാബോളിസമായി മാറുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ. കാരണം ഡ്യൂ ടു ലോ ഹൈപ്പോ പെർഫ്യൂഷൻ കാരണം കൊണ്ട് നമ്മൾ ബോഡി ഹൈപ്പോടെൻസീവ് ആയിരിക്കും, കാർഡിയക് ഔട്ട്പുട്ടൊക്കെ കുറയും, മീൻ ആർട്ടീരിയൽ പ്രഷറൊക്കെ <65 ആയി മാറുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ <100 ആയിരിക്കും. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ബോഡി പ്രവർത്തിക്കുന്നുണ്ടാവും, പക്ഷേ അത് അനറോബിക് മെറ്റാബോളിസം ആയിരിക്കും. ഇപ്പോൾ ലാക്റ്റേറ്റ് എന്ന് പറയുന്നത് അനറോബിക് മെറ്റാബോളിസത്തിൻ്റെ ഒരു എൻ പ്രൊഡക്റ്റാണ്, വേസ്റ്റ് പ്രൊഡക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതാണ് ലാക്റ്റേറ്റ്. അപ്പോൾ ലാക്റ്റേറ്റ് ഹൈ ആണെങ്കിൽ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാൻ പറ്റും സെപ്സിസ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പം ലാക്റ്റേറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെപ്സിസിക്സ് എന്ന് പറയുന്നത്